സ്കൂൾ പൂട്ടിയിട്ട് നേരത്തെ എണീക്കണോ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഗീത് മോള് എണീറ്റിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഹാളിൽ VBS എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ ചെറിയ കുട്ടികൾ, അതായത് 4 ടു 15 വയസ്സാണെന്ന് തോന്നുന്നു, അത്രയും പ്രായം വരെയുള്ള കുട്ടികൾക്ക് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഈ ക്രിസ്ത്യൻസിൻ്റെ എന്തോ സംഭവങ്ങളാണ് കേട്ടോ. അവരുടെ കഥകൾ, അതേപോലെ തന്നെ പിന്നെ പാട്ടും ഡാൻസും പിന്നെ കുറച്ചധികം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആ ഒരു ഹാളിൽ ഇതേപോലെ ക്ലാസ് ആയിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഗീതുമോളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം തുടങ്ങിയിട്ട് 4 ദിവസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഗീതുമോള് വന്ന് പറഞ്ഞു, അമ്മ എല്ലാവരുടെയും അമ്മമാർ വരുന്നുണ്ട്, അമ്മയും കൂടി വരുമെന്നുള്ളത്. അപ്പം ഞാനാണെങ്കിൽ ഉണ്ണി ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ പുറത്തേക്ക് പോകാനായിട്ടൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചധികം മടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ലാസ്റ്റത്തെ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നാണ് കേട്ടോ ആ ഒരു ദിവസം. അപ്പോൾ ലാസ്റ്റ് ദിവസം ഇവർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോകാൻ, അതായത് 8:30 ആകുമ്പോഴത്തേനും പോകാറുണ്ട്. എൻ്റെ പണികളൊക്കെ ആ ഒരു നേരത്ത് കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു 10:30 11 മണി ആ ഒരു ടൈമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനും ഇതേ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഈ ഒരു 4 ദിവസം പഠിച്ച പാട്ടുകളും ഡാൻസിലും ഒക്കെയാണ് കേട്ടോ ഈ സ്റ്റേജിൽ നിന്നിട്ട് കളിക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ണിക്ക് ഇതേ നല്ല ഉറക്കം വന്നപ്പോൾ ആളവിടെ കിടന്നിട്ട് ഉറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പുറത്ത് വന്നിരുന്നു. അതിന് പിന്നെ ഇന്ന് ഉച്ചവരെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ദിവസവും 3:30 ആ ഒരു ടൈം വരെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു 12:30 1 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എല്ലാവരും ഇതേ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഓരോ കുട്ടികൾക്കും ഇതേപോലെ ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇവർക്ക് ബാഗാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ബാഗാണ് കേട്ടോ. ബാഗും അതിൻ്റെ കൂടെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ ഒരു കളറിങ്ങിൻ്റെ ബുക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പരാക്രമമാണ് കേട്ടോ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ബാഗ് അപ്പം തന്നെ തുറന്നു നോക്കിയിട്ട്, അപ്പോൾ നല്ല രസമുള്ള ബാഗൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യത്തിന് വലുപ്പമുള്ളതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് എന്താ പറയുക, നെയിം സ്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് തന്നെ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചിലവുകളൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഓരോ ദിവസം പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡും അതേപോലെ തന്നെ സ്നാക്സും ഒക്കെ ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. സംഭവം നല്ല പരിപാടിയാണ്. പക്ഷെ കുറച്ച് നേരത്തെ നമ്മൾ പോകണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇതേപോലെ കുറച്ച് നേരത്തെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് നേരെ വണ്ടിയിൽ അവിടേക്ക് പോകാം കേട്ടോ. അപ്പോൾ വണ്ടിയിൽ ആൾക്കാർ ഫുള്ളായതിന് ശേഷം മാത്രം കേട്ടോ വണ്ടി എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ പിന്നെ ഒരു 2 മണി 2:30 ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് തോന്നുന്നു വണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.